ഇന്ന് മറ്റൊരു ചിറ്റ്ചാറ്റാണ്. തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റൽ CEO ഡോക്ടർ ബെന്നിയാണ് എൻ്റെ കൂടെ ഉള്ളത്. നേരത്തെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിരുന്നു. ഈ അടുത്ത സമയത്ത് 2 ദിവസം നിങ്ങൾ അറിഞ്ഞു കാണും, അമല ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജാണ്, അവിടെ UNI ഈ സമരം പെട്ടെന്ന് പൊടുന്നനെ നിർത്തിവെച്ചു. എന്നിട്ട് അവർ തന്നെ പറയുന്നു, വലിയ രീതിയിലുള്ള വിജയമാണ് അവർക്കതിൽ ഉണ്ടായത്. അപ്പം യഥാർത്ഥത്തിൽ പിന്നീട് സമരം വിജയിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തെപ്പറ്റിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ജൂബിലി ഹോസ്പിറ്റൽ CEOയോട് ചോദിക്കാം. നേരത്തെ അമലയുമായി ബന്ധപ്പെട്ട ഈ സമരക്കാർ, അതായത് അമല ആശുപത്രിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ ഒരു ഒത്തുതീർപ്പിനും തയ്യാറായിട്ടില്ല. ഉടനെ UNI, അതായത് സമരം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് സമരം നിർത്തിയത്. എന്താണ് ജൂബിലിയിൽ നടക്കുന്നത്, എന്താണ് ഈ സമരക്കാരുടെ ഇപ്പോഴത്തെ ഡിമാൻഡ് എന്നതിനെ പറ്റിയൊക്കെ ശ്രീ ബെന്നിയോട് ചോദിക്കാം. ശ്രീ ബെന്നി, സ്വാഗതം. എന്താണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്? അമലയിലെ സമരം, അതായത് സമരക്കാർ പറയുന്നു അവരുടെ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചു, ലേബർ ഓഫീസറായിരുന്നു അതിന് മീഡിയേറ്റ് ചെയ്തത്. എന്താണ് അമലയിൽ സംഭവിച്ചത്? Good evening, Mr. Matthew. Thanks. Nice to see you again. ഇന്നലെ നടന്നത് പറയുന്നതിന് മുൻപ് മിനിഞ്ഞാന്ന് സംഭവിച്ചത് നമ്മളൊന്ന് പറയണം. അത് വളരെ കോണ്ടെക്സ്റ്റിലാണ് ഈ തരുണത്തിൽ. മിനിഞ്ഞാന്ന് കാലത്ത് ഞങ്ങൾ ഒരു ഫ്ലാഷ് ന്യൂസ് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ ചാനലിലും കാണുകയാണ്. മിനിഞ്ഞാന്ന് കാലത്ത് അമലയിലെ സമരം ഒത്തുതീർപ്പായി, മാനേജ്മെൻറ്റുമായി സമവായമായി എന്നൊക്കെ പറഞ്ഞൊരു ഫ്ലാഷ് ന്യൂസ് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റുകൾ കണ്ടു. അമല മുട്ടുമടക്കി മൂക്കും കുത്തി വീണു എന്നൊക്കെ പറഞ്ഞ്. ഉടനെ തന്നെ ഞങ്ങൾ അമലയുടെ ഡയറക്ടറെ വിളിച്ചു. അമലയുടെ ഡയറക്ടർ പറഞ്ഞു, ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല എന്ന്. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയേറെ ആശങ്ക ഉളവാക്കി. അമലയുടെ മാനേജ്മെൻറ്റോ ഡയറക്ടറോ അറിയാതെ പിന്നെ എങ്ങനെയാണ് മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച നടത്തി സമരം ഒത്തുതീർപ്പായി എന്നുള്ളത്? ഉടനെ തന്നെ അമല മാനേജ്മെൻറ്റ് ഡയറക്ടർ ഒരു പത്രക്കുറിപ്പിറക്കി. ആ കുറിപ്പിറക്കിയപ്പോൾ ഒരു പർട്ടിക്കുലർ ചാനലിൽ മാത്രം അത് വ്യാജക്കുറിപ്പാണെന്നൊക്കെ പറഞ്ഞ് വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ കൺഫ്യൂഷൻ തീർക്കാനായിട്ട് ജൂബിലി മാനേജ്മെൻറ്റും അമല മാനേജ്മെൻറ്റും സംയുക്തമായ ഒരു പത്രസമ്മേളനം മിനിഞ്ഞാന്ന് നടത്തി. ഈ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് അവിടുത്തെ അമലയിലെ ഡയറക്ടേഴ്സിൻ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ UNA മാനേജ്മെൻറ്റുമായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇവര് പറയുന്ന കുറേ വ്യവസ്ഥകളൊന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നും. ഈ പത്രസമ്മേളനം കഴിഞ്ഞതോടുകൂടെ വീണ്ടും അമലയിൽ സമരം, രാത്രിയൊക്കെ സമരം ഇരിക്കാൻ ഇടയായി. ഇതാണ് മിനിഞ്ഞാന്ന് നടന്ന സംഭവം. ഇന്നലെ നടന്ന സംഭവം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അമലയുടെ മാനേജ്മെൻറ്റുമായപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത്, അവര് ഇന്നലെ സമരം നിർത്തി എന്ന് പറഞ്ഞ് മാനേജ്മെൻറ്റിൻ്റെ അടുത്തേക്ക് ചെന്നു. മാനേജ്മെൻറ്റ് അവരോട് പറഞ്ഞു, നിങ്ങൾ സമരം നിർത്തി എന്നറിയുന്നൊരു സന്തോഷമുണ്ട്, പക്ഷെ പുതിയ ഡിമാൻഡുകളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ചർച്ച വേണമെങ്കിൽ അത് ജൂബിലിയും അമലയും ഒരുമിച്ചേ പാടുള്ളൂ എന്ന്. ആ സമയത്താണ് ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ, ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറോട് വരുന്നു. അവർ അമലയുടെ മാനേജ്മെൻറ്റിനുള്ള HR ടീമിനെ കണ്ട് സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നു, സമരം നിർത്താൻ UNA തയ്യാറാണ്, അവർ നാളെ മുതൽ അവർ ജോലിക്ക് കയറണം. അപ്പോൾ അമല മാനേജ്മെൻറ്റ് ഒരു നാളെ മുതൽ ജോലിക്ക് കയറാൻ പറ്റില്ല, കാരണം ഇവർ സമരത്തിൽ പോയപ്പോൾ പകരം ആളുകൾ എടുത്തിട്ടുണ്ട്, വേക്കൻസി അനുസരിച്ച് എടുക്കാം. വീണ്ടും ഒരു ഡിമാൻഡ് വെക്കുന്നു, ജൂലൈ 31-ാം തീയതിക്കുള്ളിൽ കേൾക്കണം. അപ്പോഴും പറഞ്ഞു ജൂലൈ 30-ാം തീയതി ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ അവർ സമരത്തിന് വന്ന എല്ലാവരുടെയും ഞാൻ മനസ്സിലാക്കുന്ന പേരെഴുതി എടുത്ത് അവരെ വീട്ടിലേക്ക് പോയി. ഇന്ന് അവിടെ സമരം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഇപ്പോൾ അമലയിലെ സമരവുമായി നടന്ന ലേറ്റസ്റ്റ്. അതായത് അമലയിലെ സമരം പൂർണ്ണമായിട്ടും പൊളിഞ്ഞുപോയി, അതല്ലേ ഇതിൻ്റെ അകത്തു നിന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഞാനിതിൽ ഒരു പരാജയം പൊളിഞ്ഞു എന്നൊക്കെ പറയുന്നതിലുപരി ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ഇതാണ്: ഒരു ഡിമാൻഡുകളും UNAയുടെ സമരവുമായി ബന്ധപ്പെട്ട് UNA ഉയർത്തിയ ഒരു ഡിമാൻഡുകളും അംഗീകരിക്കാതെ അവർ ഇന്നലെ സമരം നിർത്തി എന്ന് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. അത് സാറ് പറയുന്ന ഒരു ഡിപ്ലോമസി. ഞാൻ പറയുന്ന രീതിയിൽ പറഞ്ഞ സമരം പൊളിഞ്ഞുപോയി, ഇതല്ലേ അത് കറക്റ്റ്?
അത് ആ കറക്റ്റ് ആണോ അല്ലയോ? കാരണം ഒരു ഡിമാൻഡ് ഒരു ഡിമാൻഡും ഒരു ഡിമാൻഡും അംഗീകരിച്ചില്ല. ഈ പറയുന്ന നേഴ്സുമാരെ തിരിച്ച് ജോലിക്ക് അവർ കയറാൻ തയ്യാറാണ്. അമല മാനേജ്മെൻറ്റ് പറഞ്ഞു അതിന് സമയമെടുക്കും. അതായത് ഇപ്പോൾ ജോലിക്ക് എടുത്തിരിക്കുന്ന ടെമ്പററി ആയിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവർ പോവുകയാണെങ്കിൽ മാത്രമേ ജോലിക്ക് എടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. അതായത് ഈ പറയുന്ന നേഴ്സുമാർ അവിടെ സമരം ചെയ്തു കഴിഞ്ഞ 3 മാസം. അവരുടെ ശമ്പളം കൊടുക്കത്തില്ല. അവർക്ക് തിരിച്ച് കയറാൻ വരുമ്പോൾ അതും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇതുകൊണ്ടല്ലേ പറഞ്ഞ സമരം പൊളിഞ്ഞു പോയി. അപ്പം ഇതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കത് ഭയങ്കര ഞാൻ ഡിപ്ലോമസിയിൽ പറയാൻ ഉദ്ദേശിച്ചതിന്റെ കാരണം ഇതാണ്. ഇവര് പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ആർഗ്യുമെന്റ് ആണ് കേട്ടോ. അവർ പറയുന്നത് ഏപ്രിൽ 1-ാം തീയതി മുതൽ നമ്മൾ നിജസ്ഥിതി നോക്കുക. ഏപ്രിൽ 1-ാം തീയതി മുതൽ അമലയുടെ ബെഡ് കാറ്റഗറി മാറുകയും ഏപ്രിൽ 1-ാം തീയതി മുതൽ അവിടെ ശമ്പള വർധന അവിടെ ജോലി ചെയ്യുന്നവർക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പൊ അവർ പറയുന്നത് ആ കിട്ടിയതിന്റെ പേരിൽ ഞങ്ങൾ ജൂലൈ 7-ാം തീയതി ജോലിക്ക് കയറുകയാണെന്നാണ് പറഞ്ഞത്. ഇത് എനിക്ക് പൊളിഞ്ഞു എന്ന് പറയുന്നതിനപ്പുറം വേറെ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാറ് നേരത്തെ പറഞ്ഞതാണ്. 3 മാസം 100ഓളം ദിവസമായിട്ട് ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ശമ്പളം ഉണ്ടായിരുന്നില്ല. ഇവരെ വളരെയേറെ ഞാൻ കേട്ടത് വളരെയേറെ വിഷമത്തോടു കൂടിയാണ് ഇന്നലെ സമരം അവസാനിപ്പിച്ചത്. കാരണം പറഞ്ഞ നേതാക്കൾ അല്ലെങ്കിൽ പുറമെയുള്ള ആളുകൾ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ അന്യായമാണെന്ന് സമൂഹം തിരിച്ചറിഞ്ഞു. ജനങ്ങൾ അത് മനസ്സിലാക്കി ഇവരോട് പ്രതികരിക്കാൻ തുടങ്ങി. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കാം ഇവർ ജോലിയിലേക്ക് തിരിച്ചു കയറിയും. ഓക്കെ, അപ്പോൾ അമലയിൽ 100% ബൗ ഡൗൺ, അതായത് പൂർണ്ണമായിട്ടും അവർ ആ സമരം വിഡ്രോ ചെയ്യുന്നു. അവരുടെ ഡിമാൻഡുകൾ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യുന്നു. അവർ അൺകണ്ടീഷണൽ അവർ ജോലിക്ക് കയറാൻ തയ്യാറാകാം എന്ന് പറയുന്നു. ആ സമയത്തും അമല പറയുന്നു ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നു. ആ രീതിയിൽ പോകുന്നു അമല മെഡിക്കൽ കോളേജ്. ഇപ്പം എന്താണ് ഇപ്പോൾ ജൂബിലിയിൽ നടക്കുന്നത്? കറക്റ്റ്. എനിക്ക് കൂടുതലും സംസാരിക്കാൻ താല്പര്യം ജൂബിലിയുടെ വിഷയമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിന് പറഞ്ഞ പല ആശങ്കകളും സത്യമാണെന്ന് തെളിയുന്ന അവസരമാണിപ്പോൾ. ഇപ്പൊ അവര് ആർഗ്യുമെന്റ് പറയുന്നത് ഏപ്രിൽ മാസം മുതൽ അമലയിൽ ശമ്പളം കൊടുത്തു. പക്ഷെ ഏപ്രിൽ മെയ് ജൂൺ സമരത്തിലിരുന്നു കേട്ടോ. ഇനി ഏപ്രിൽ മാസം മുതൽ ശമ്പളം പൂട്ടിക്കൊടുത്തപ്പോൾ സംഭവിച്ചത് എന്താണ്? അവര് 2023 മുതൽ ജൂബിലിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ അത്രയായിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന അനോമലി എന്നെ വളരെ ആശങ്കപ്പെടുത്തുന്നു. ഒരേ ശമ്പളം കൊടുക്കുന്ന 2 ആശുപത്രികളിൽ, ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുത്തിരുന്ന ആശുപത്രിയിലും സെക്കൻഡ് ഹയസ്റ്റ് ശമ്പളം കൊടുത്തിരുന്ന ആശുപത്രികളിലും സമരം തുടർന്നു പോകുകയും അതിന് സെക്കൻഡ് ഹയസ്റ്റ് ശമ്പളം കൊടുക്കുന്ന ആശുപത്രി ഹയസ്റ്റ് ശമ്പളത്തിലേക്ക് വരികയും ചെയ്തപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം സമരം നിർത്തി അതിരൂപതയുടെ കീഴിലുള്ള അതിരൂപതയുടെ നേരിട്ട് നടക്കുന്ന സ്ഥാപനത്തിൽ മാത്രം സമരം തുടരും. അപ്പോൾ അതിലോട്ടാണ് എൻ്റെ ചോദ്യം വരുന്നത്. അപ്പം ഇവർ ബേസിക്കലി ടാർഗറ്റ് ചെയ്യുന്നത് അതേപോലെ തൃശ്ശൂർ ബിഷപ്പ് ശ്രീ ആൻഡ്രൂ അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യുന്നു. കാരണം ബേസിക്കലി ഇവർ എന്തുവാണ് ഇവരുടെ ലോജിക്കും ഈ ലോജിക്കും? ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല ഈ ലോജിക്ക്. പക്ഷേ എനിക്ക് 2-3 കാര്യങ്ങൾ ഇല്ലോജിക്കലായിട്ട് തോന്നുന്നത് ഇതാണ്. ഒന്ന്, നേരത്തെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ സമരം കണ്ടിന്യൂ ചെയ്യുന്നു. സർക്കാരിനോട് മിനിമൈസ് ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ ആശുപത്രിയിലെ തുടക്കത്തിൽ ഒരു ഡീസ്റ്റെബിലൈസേഷന് ശ്രമിക്കുന്നു. ഡയാലിസിസ് യൂണിറ്റുകളിൽ നിന്ന്, നിയോനെറ്റോളജിയിൽ നിന്ന്, ICUവിൽ നിന്ന്, തിയേറ്ററുകളിൽ നിന്നൊക്കെ വേണ്ടത്ര മുന്നറിയിപ്പും നോട്ടീസും ഇല്ലാതെ അവർ ഇറങ്ങിപ്പോകുന്നു. അവർ ജോലിക്ക് വരാതിരിക്കുന്നു. അത് കഴിഞ്ഞ് അവർ പറയുന്നു ഇങ്ങനെയുള്ള 2 സ്ഥാപനത്തിൽ ഞങ്ങൾ ഒരു സ്ഥാപനത്തിൽ സമരം നിർത്തും, അതേ സേവന വേതന വ്യവസ്ഥതയുള്ള വേറെ സ്ഥാപനത്തിൽ ഞങ്ങൾ സമരം തുടങ്ങും. എനിക്കിതിൻ്റെ ലോജിക്ക് ഇപ്പോഴും പിടികിട്ടത്തില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട്. എനിക്ക് ഏറ്റവും തീർത്തും അശാസ്ത്രീയമായി, ഇല്ലോജിക്കലായി, ഇറാഷണലായി, സ്റ്റുപ്പിഡിറ്റി ആയിട്ട് തോന്നുന്നത് ഈ സമരത്തെ ഇവർ വീണ്ടും അതിരൂപതയും അതിരൂപത അധ്യക്ഷനും അവരെ ആക്ഷേപിക്കുകയും
4-5 ലക്ഷം വരുന്ന വിശ്വാസികളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പം എനിക്ക് മനസ്സിലാക്കുന്നത് ഇത് ഒരു ഒരു തൊഴിലാളി യൂണിയൻ സമരം മാത്രമല്ല, ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ബിഗർ അജണ്ടാസ് ഉണ്ട്, ബിഗർ ടാർഗറ്റുകളുണ്ട്. ഈ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മുടെ കേരള ഹെൽത്ത് കെയർ മോഡലിൽ, പ്രത്യേകിച്ച് മിഷണറി ഹോസ്പിറ്റൽ മോഡലിൽ ഉള്ളത്. ആ മോഡല് കാണുമ്പോൾ ആർക്കൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. നമ്മൾ ഇങ്ങനെ നന്നായിട്ട് സാമൂഹ്യ സേവനവും രോഗി ശുശ്രൂഷയും നടത്തുന്നതിൽ ആരുടെയൊക്കെയോ ഉറക്കം കളയുന്നു. ഇങ്ങനെ കുറെ ചിന്തകളാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ഡോക്ടർ ബെന്നിയോട്. ഇവർ പറയുന്നത് കേരള ഗവൺമെൻറ് സാലറി സ്കെയില് ഡിക്ലെയർ ചെയ്യണമെന്നാണ്. ഇപ്പം കേരള ഗവൺമെൻറ് അത് പുതിയൊരു സാലറി സ്കെയിൽ വരാൻ നേരത്തെ ജൂബിലിക്ക് അമലയ്ക്കും വേണ്ടിയൊന്നുമല്ല വരുന്നത്, കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജിനും വേണ്ടിയാണ് എനിക്ക് വരുന്നത്. ഇവർക്കറിയാവുന്ന വസ്തുത അത് വരുവാണെങ്കിൽ 18,000 മുതൽ 22,000 രൂപയ്ക്കുള്ളിൽ വരത്തില്ല എന്ന്. അല്ലെങ്കിൽ വരികയാണെങ്കിൽ അതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഒരു 60% ആശുപത്രികളും നിന്നു പോകും. ഇത് നോർമലായിട്ട് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. കാരണം ഒരൊറ്റ ഹോസ്പിറ്റൽ പോലും റൺ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, അതായത് ഇപ്പം ജൂബിലി അമലയും കൊടുക്കുന്ന സാലറി, അതായത് ഈ പറയുന്ന 32,000 അതേപോലെ 45 to 65 ഒക്കെ പറയുന്നത്, എനിക്കറിയാവുന്ന ഡൽഹിയിൽ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് 1 വർഷം 2 വർഷം കഴിയുന്നവർക്ക് എത്ര അങ്ങ് സാലറി എന്നറിയാം. അതൊക്കെ പോകട്ടെ, ഇവിടെ പറയുന്ന ഗ്ലോബലായിട്ട് ഇന്ത്യയിലെ പ്രശസ്തമായ ബാങ്കിങ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരുടെ സാലറി, ഇവർക്ക് എത്ര സാലറി കിട്ടുന്നതെന്നറിയാം. അതേപോലെ തന്നെ മറ്റുള്ള ഈ സ്വകാര്യ മേഖലയിൽ അവിടെ എത്രയാണ് സാലറി എന്നറിയാം. അപ്പം എന്താണ് ഇവർ ഡിമാൻഡ് ചെയ്യുന്നത്? ആക്ച്വലി യു ആർ റീഡിങ് മൈ മൈൻഡ്. ഞാൻ ആ ഒരു പോയിന്റാണ് പറയാൻ ശ്രമിച്ചത്. ഈ 32,700 മുതൽ 65,000 വരെയുള്ള ശമ്പളം ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല ശമ്പളമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ദിസ് ഇസ് റിലേറ്റീവ്ലി എ ഹയർ സ്കെയിൽ ഓഫ് സാലറി. ഞാൻ ഏതാണ്ട് 30 കൊല്ലമായി ജോലിക്ക് കയറി തുടങ്ങിയിട്ട്. വിവിധ സെക്ടറുകൾ, ഞാൻ IT-യിലൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്. ഇന്ന് എത്ര സെക്ടറുകളിൽ നിങ്ങളുടെ സാറിൻ്റെ ജേർണലിസം സെക്ടറിലൊക്കെ പഠിച്ചു കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞവർക്ക് എത്ര ശമ്പളം കിട്ടുന്നുണ്ട്? ഞാൻ കുറച്ച് നാൾ HR പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. കേരളത്തിലുള്ള നിലവിലുള്ള സാലറികൾ സ്ട്രക്ചറൊക്കെ ഒരുവിധം എനിക്കറിയാം. The salary of 32,000 to 65,000 rupees is not a low salary in Kerala's context. Is above average ആണ്. അപ്പം ഈ സാലറി കുറവാണെന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്. ഇനി ഞാൻ ഇന്ന് ഇപ്പോൾ ഇവരുടെ ഒരു വാദം കേട്ട ഒരു പോയിന്റ് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നി. അവർ പറഞ്ഞതാണ്, ഈ സാലറി, ഈ പൈസ വെച്ചിട്ട്, ജൂബിലിയിൽ തരുന്ന പൈസ വെച്ചിട്ട് ഞങ്ങൾക്ക് പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല, പച്ചക്കറി മാർക്കറ്റിൽ സാധനങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നത്, ജൂബിലിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നഴ്സുമാർക്ക് വേണ്ടി മാത്രമായിട്ട് പച്ചക്കറി കടകളും അപ്പുറം ഈ പലചരക്ക് കടയും ഉണ്ടാകുന്നതാണ്. കാരണം ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളെക്കാളും വളരെ കുറവാണ് ശമ്പളം വാങ്ങുന്നത്. അപ്പോൾ ജൂബിലിക്ക് ഇവർ ജൂബിലിയിൽ നിന്നാണ് വരുന്നത്, എന്നാൽ ഇവരുടെ റേറ്റ് കൂട്ടാം, അങ്ങനെയൊന്നും അല്ലല്ലോ. എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന പോയിന്റ് ഇതാണ്. സംഭവം എത്ര എനിക്കും കിട്ടുന്നുണ്ട് ശമ്പളം, എനിക്കും ശമ്പളം കൂട്ടി കിട്ടിയാൽ നല്ലതെന്നൊക്കെ തോന്നും. പക്ഷേ ഇന്നത്തെ നിലവിലുള്ള തൊഴിൽ വേതന വ്യവസ്ഥകളിൽ നമ്മൾ കൊടുക്കുന്ന ശമ്പളം കുറവല്ല. നഴ്സിംഗ് മേഖലയിൽ കേരളത്തിൽ ഏറ്റവും അധികം ശമ്പളം നമ്മൾ കൊടുക്കും. എന്നിട്ട് ഇവിടെ മാത്രം ഒരു ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള ശ്രമം വരും. ദിസ് ഇസ് വെരി ഇന്റലക്ച്വലി ചലഞ്ചിങ് ആണ്. എനിക്കൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ല, ഇപ്പം അൾട്ടിമേറ്റ്ലി ഇപ്പോൾ അവരുടെ ലാസ്റ്റ് ഡിമാൻഡ് എന്തുവാ, അവരെന്തു പറയുന്നത്? ലാസ്റ്റ് ഡിമാൻഡ് കുറച്ചും കൂടെ കൂട്ടിത്തരിക. അതായത് ഇതിലാണ് എനിക്ക് ഏറ്റവും വിചിത്രമായിട്ട് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ വേൾഡ് കപ്പിന്റെ സമയമാണല്ലോ, ഗോൾ പോസ്റ്റും ഫുട്ബോൾ കളിയുടെ എന്നും ഗോൾ പോസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞത് അടിസ്ഥാന ശമ്പളം 40,000 ആവണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ജൂബിലിയിലെ സ്റ്റാർട്ടിംഗ് സാലറി 62,000 ആകും. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ആ ഗോൾ പോസ്റ്റ് മാറിയിട്ട് പറഞ്ഞു ഇപ്പൊ പറയുന്ന ഇടക്കാരാശ്വാസം തരണം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഇടക്കാരാശ്വാസം 2023 2,000 മുതൽ 8,000 വരെ തന്നതല്ലേ? അപ്പൊ പറയുന്നത് എന്തെങ്കിലും കൂട്ടിത്തരണം. അപ്പൊ ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഈ നേതാക്കൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിമാൻഡ് സ്ട്രക്ചറിൽ പോലും നമുക്ക് കാണുന്നില്ല.
മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഇൻ കേസ് ഇവർ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രൈക്ക് വിഡ്രോ ചെയ്തിട്ട് വരുവാണെങ്കിൽ ഈ പറയുന്ന സ്റ്റാഫുകളെ മുഴുവനും അവിടെ റീജോയിൻ ചെയ്യാൻ CEO എന്ന നിലയിൽ താങ്കൾ അതിന് പോസിറ്റീവായിട്ട് നിലപാടെടുക്കൂ? You are really putting me on spot with this question. രണ്ട് കാര്യങ്ങളാണ് മനസ്സിൽ ഞങ്ങൾക്കുള്ളത്. രണ്ട് കാര്യം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജൂബിലിയിൽ ഈ സമരം തുടങ്ങിയ സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ഇവിടെ 100ഓളം ഡയാലിസിസും ICUം തിയേറ്ററും ഇതൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് നോട്ടീസില്ലാതെ പുറത്തിറങ്ങിക്കും ഞങ്ങൾ ശരിക്കും വേർത്ത് പോയ സമയമാണ്. ഞങ്ങൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈശ്വരാനുഗ്രഹം കൊണ്ടും ഞങ്ങളുടെ HR-ഉം മാനേജ്മെൻറ്റും നഴ്സേഴ്സൊക്കെ പങ്കെടുത്തൊക്കെ നമ്മൾ കുറേയേറെ ആളുകൾ പുതിയതെടുത്ത് അങ്ങനെ ടെമ്പററി ആയിട്ട് എടുത്തവരുണ്ട്, പെർമനൻ്റ് ആയിട്ട് എടുത്തവരുണ്ട്. അതുകൊണ്ടാണ് ഏതാണ്ട് 2 മാസമായിട്ട് ജൂബിലിയിൽ ഒരു ഡിസ്റപ്ഷനും ഇല്ലാതെ പേഷ്യൻ്റ് കെയർ നടക്കുന്നത്. അതായത് ഷോർട്ടേജ് ഇല്ല, മാൻ പവർ ഷോർട്ടേജ് ഇല്ല, ഒരു ഷോർട്ടേജും ഇല്ല, ഒരു ഷോർട്ടേജ്. അപ്പോൾ ഇവർ വന്നില്ല എങ്കിൽ ഈ സംഭവം നടന്നു പോകും. ഇന്നലെ 13 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇന്ന് 33 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, നാളെ ഏതാണ്ട് 28 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ 100 ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ ഈ കമന്റിങ് പറയാൻ പോകുന്നത്. മിനിയാന്ന് പത്രസമ്മേളനത്തിൽ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ എന്ത് വന്നാലും ഇനി എല്ലാവരും ഒരുമിച്ച് വന്നാൽ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. നമ്മൾ 2 കാര്യങ്ങളാണ് അപ്പോൾ ശ്രമിക്കുന്നത്. ഒന്ന്, വേക്കൻസികൾ അനുസരിച്ച് ഘട്ടം ഘട്ടമായി എടുക്കാൻ നോക്കും. രണ്ടാമത്തത്, ഈ 100 ദിവസം 110 ദിവസത്തോളം സമരത്തിലിരുന്ന് ഇവിടെ പേഷ്യൻസിനെ സഫർ ചെയ്യിച്ച് സമൂഹത്തെ വെല്ലുവിളിച്ച് ചെയ്ത സമരത്തിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നിയമത്തിലെ ഇന്ന് നിലവിലുള്ള നിയമവ്യവസ്ഥകൾ ആരാഞ്ഞിട്ട് മാത്രമേ തിരിച്ചെടുക്കുള്ളൂ. അല്ലാതെ കണ്ടീഷനിലാണ്. അതെ അതെ അതെ, ഈ 2 കണ്ടീഷനോട് കൂടെ മാത്രമേ തിരിച്ചെടുക്കൂ. അതായത് ഞാനിപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമരം ചെയ്തവർക്ക് അവർക്ക് ജോലി അൺസർട്ടനിറ്റിയായി, അവരുടെ 3 മാസത്തെ സാലറി ഇല്ലാതായി, സമരത്തിൽ ഒരു നേട്ടം ഉണ്ടായില്ല. അപ്പോൾ ഈ ജാസ്മിൻ ഷായും കൂട്ടരെയും മടൽ വെട്ടി അടിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഞാൻ ആരെയും വ്യക്തിപരമായി അല്ല, എൻ്റെ ചോദ്യമാണ് സ്പെസിഫിക് ആയിട്ട്, എന്ത് നേട്ടം ഉണ്ടാക്കിയത്? അത് ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ചർച്ചകളിൽ വ്യക്തിപരമായിട്ട് ആരെയും പറയാറില്ല. പക്ഷെ എനിക്ക് 1-2 ചോദ്യചിഹ്നങ്ങൾ. ഇനി സാറ് പറഞ്ഞതിന് മറ്റൊരു അപകടമായ വേറൊരു കാര്യം നടന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ ഇരിക്കുന്ന നഴ്സുമാർ പലരും ഫോറിനിലേക്ക്, യൂറോപ്പിലേക്കും US-ലേക്കും ദുബായിലേക്കും ഒക്കെ പോകാനായിട്ട് റെഫറൻസ് ലെറ്ററുകൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്താ ഉത്തരം പറയേണ്ടത്? ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഈ സമരത്തിന്റെ കോലാഹലങ്ങൾ നടക്കുമ്പം ഇന്റർനാഷണൽ ഏജൻസീസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവരിവിടെ സമരം ചെയ്തിരുന്നോ? ഞങ്ങൾ എന്ത് പറയണം അവരുടെ അടുത്ത്? ഇന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു ചോദ്യമുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ റിക്രൂട്ട്മെന്റ് ഏജൻസീസ് പലരും കാണുന്നുണ്ട്. സമരം ചെയ്ത് ആളുകളെ ഇന്റർനാഷണൽ ഏജൻസികൾ അവിടെ പോയിട്ട് ജോലിക്ക് എടുക്കൂ, ആക്സെപ്റ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താ, അല്ല, അതിനിടെ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ സ്കൂട്ടനി ഉണ്ട്. അതെ, ഇപ്പം ജോലിക്ക് എടുക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയ സ്കൂട്ടനി ശരിക്കും ഉണ്ട്. ഇത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ ഇത് റിജക്റ്റ് ചെയ്യുമോ? എനിക്ക് വാസ്തവം പറയും മാത്യു സാറേ, ഞാൻ ഈ വ്യക്തിപരമായിട്ട് ആരും പറയാത്തതിന്റെ കാരണം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ സെർച്ച് ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. മാത്യു സാർ, ഈ 350 പേര് വളരെ വിരള കുറച്ച് മൈനോറിറ്റി ഇവിടെ സമരം ചെയ്യുന്നവര് പ്രൈമറിലി ഞങ്ങളുടെ ജൂബിലിയുടെ മക്കളാണ്, ജൂബിലിയുടെ എംപ്ലോയീസ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വ്യക്തിപരമായിട്ട് ആദ്യം ആക്ഷേപിക്കാത്തത്. അവർക്കിനി വരാൻ പോകുന്ന കഷ്ടപ്പാടുകൾ, അവർക്കിനി തിരിച്ച് എപ്പോൾ കയറാൻ പറ്റുന്ന ഉറപ്പില്ല, ഇവർക്ക് പുറത്തു പോകാനുള്ള അൺസർട്ടനിറ്റികൾ, ഇവർക്കിനി ഇതുമായിട്ട് വരുന്ന കോടതിയുമായി കേസുകളുമായി വരുന്ന പ്രശ്നങ്ങൾ. I feel really bad and pathetic and feel sorry about these kids and their children and their family who are not getting salary for the last 3.5 months. Meaning, ഓരോ നഴ്സുമാർക്ക് ഞാൻ ഇന്നിരുന്നിട്ട്, വാസ്തവ ഇൻട്രസ്റ്റിംഗ് ആണ്, ഇന്നിരുന്നിട്ട് ഞാൻ ഇവിടെ ഇവര് 110 ദിവസം സമരം ചെയ്തപ്പോൾ ഞാനൊന്ന് നോക്കി കാൽക്കുലേറ്റ് ചെയ്തു, എത്ര രൂപ തന്നെ ഇവർക്ക് ജൂബിലിയിൽ നിന്ന് ഇവർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല. മിനിമം 1,10,000, 1,20,000 മുതൽ 1,50,000, 60,000 വരെ ശമ്പളം ഇവർ നഷ്ടപ്പെട്ടു.
ഇനി ഇവർക്ക് എവിടുന്നാണ് എനിക്കറിയില്ല. ഈ 100 ദിവസം വേറെ ഇവർക്ക് ഏതെങ്കിലും സോഴ്സ് ഫണ്ട് പൈസ ശമ്പളം കിട്ടിയിരുന്നു എന്നുള്ളത്. ജൂബിലിയിൽ നിന്ന് കൊടുത്തിട്ടില്ല. അല്ല അപ്പോൾ ഇത് ബേസിക്കലി ഒരു വലിയൊരു സോഷ്യൽ സ്ട്രക്ചറിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് ഈ കാരണം കേരളം ഒരു സമരങ്ങളുടെ നാടായിരുന്നു. അത് കുറച്ച് സമയമായിട്ടാണ് അത് മാറിയേക്കുന്നത്. അവസാനം ഹെൽത്ത് സെക്ടറിനകത്ത് കയറി വന്നിരിക്കുകയാണ്. എനിവേ ഇവർക്കെല്ലാം ബോധം വെക്കട്ടെ എന്ന് മാത്രമാണ്, അല്ല വേറൊന്നും പറയാനൊന്നുമില്ല. കാരണം ഈ സാലറി സംഭവങ്ങളും ഈ പറയുന്ന ഒതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞപ്പോൾ ബോധം വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ തിരിച്ചു വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഒരു കാര്യം കൂടെ സോറി വൈൻഡപ്പ് ചെയ്യാറായ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വികാരത്തിന്റെ പുറത്ത് തീരുമാനങ്ങളെടുത്ത് അറ്റ്ലീസ്റ്റ് രോഗികളെയെങ്കിലും, മാനേജ്മെന്റിനെ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങൾ സെക്കൻഡറി ആയിട്ട് പറയുള്ളൂ, അറ്റ്ലീസ്റ്റ് രോഗികളെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ദിവസം കാഷ്വാലിറ്റി വരുമ്പം 2 ട്രോമ കേസ് വരുന്നതിൻ്റെ ഇടയിലാണ് 1:30 ഡ്യൂട്ടിക്ക് ആൾ വരുന്നതെന്ന് അറിയുന്നത്. അറ്റ്ലീസ്റ്റ് രോഗികളെ, നിയോനെറ്റോളജിയിലെ രോഗികളെ, ICUയിലെ രോഗികളെ, ഡയാലിസിലെ രോഗികളെ, ഇവരെയൊക്കെ പരിഗണിക്കാതെ, വെന്റിലേറ്റർ എടുക്കുന്ന രോഗികൾ ഇവരെ പരിഗണിക്കാതെ, ആവശ്യത്തിന് മുന്നറിയിപ്പില്ലാതെ നോട്ടീസില്ലാതെ സമരത്തിന് പോകുന്നവർ റീതിങ്ക് ചെയ്യണം. അല്ല സാറേ, വേറെ കാര്യമുണ്ട്. ഇത് ക്രിസ്ത്യൻ വാല്യൂ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതെ കാരണം ഈ പ്രൊഫഷനകത്തൊരു ക്രിസ്ത്യൻ വാല്യൂ ഉണ്ട് ഗ്ലോബലി. കാരണം രണ്ടാമത്തെ എന്നെ വേദനിപ്പിച്ച കാര്യം ഞാൻ പറയുന്നത്, ഞാനൊരു ജൂബിലി CEO എന്നതിലുപരി എന്നെ വേദനിപ്പിച്ചത്, ഞാൻ ഈ തൃശ്ശൂര് അതിരൂപത അംഗമാണ്. എന്താ വിചാരിച്ച് 5 ലക്ഷത്തോളം വരുന്ന ഞങ്ങൾ വിശ്വാസികളുടെ സ്ഥാപനത്തെ മുൾമുനയിൽ നിർത്തി, ഗരാവ് നടത്തി, 8 മണിക്കൂർ മുൾമുനയിൽ നടത്തിയത് ഞങ്ങൾ എങ്ങനെ ഇത് സഹിക്കാൻ പറ്റും? ഇത് നമ്മുടെ സമൂഹത്തിന് വരുന്നൊരു പാഠമാകണം. അങ്ങനെ രോഗികളെയും നിയമവ്യവസ്ഥയെയും ജനാധിപത്യത്തെയും വെല്ലുവിളിച്ച് ഒരു സമരത്തിലിറങ്ങുന്നവരുടെ സമരത്തിലിറങ്ങുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണം. എനിക്ക് എന്നാലും ഒന്നേ പറയുന്നുള്ളൂ, ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി തിരിച്ചു വരണം. എനിവേ നല്ലൊരു ചാറ്റായിരുന്നു. ഇപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിനൊരു കാര്യം കൂടെ പറയാം. ഏതായാലും ഈ സമരത്തിനിറങ്ങിയ നേഴ്സുമാരും പെൺകുട്ടികളാണെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങളെ ചതിക്കുമായിരുന്നു. ആർക്കൊക്കെയോ വേണ്ടി, അതിൻ്റെ ഫർദറായിട്ടുള്ള ഡീപ്പായിട്ട് എനിക്കറിയത്തൊന്നുമില്ല, പക്ഷേ ചതിക്കുമായിരുന്നു. നിങ്ങളിത് നടത്താൻ പ്രേരിപ്പിച്ച ഈ നേതാക്കന്മാരെ നിങ്ങൾ തന്നെയാണ് മടൽ വെട്ടി അടിച്ചോടിക്കേണ്ടത്. അതായത് മനസ്സിലാക്കുക, ഇന്നത്തെ കാലത്തൊരു ജോലി എന്ന് പറയുന്ന വലിയ സംഭവമാണ്. ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല. എത്രയും വേഗം ഇത് നിർത്തി രമ്യതയിൽ ഒരുമിച്ച് പോവുക, അത് മാത്രമാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മിസ്റ്റർ മനാഫി.